തോറ്റുപോയി. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഏതിലാ ഇല്ലാത്ത പൊളിറ്റിക്സിലില്ലേ? അതിപ്പോ ഇത് മാത്രമായിട്ട് എന്തിനാ? സിനിമാ നടന്മാരും നടിമാരും ഉള്ള ഒരു സംഘടനയെ കുറിച്ചാണ് ആൾക്കാർക്ക് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹം. പിന്നെ ഒരു നല്ല കയ്യടിയാണ്. ഡയറക്ടർ ബിബിൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് മുത്തയാണ്. ഞാൻ ഇൻ ക്യാമറ പറയണം, അദ്ദേഹം കൂടി കേൾക്കാൻ. മലയാള സിനിമയിലേക്ക് നീണ്ട 50 വർഷമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് മലയാള സിനിമയിലേക്കുള്ള താങ്കളുടെ ഒരു വരവ് എന്ന് പറയുന്നത്? മലയാള സിനിമയിൽ ഞാനിപ്പോൾ വന്നിട്ട് 50 വർഷം ഈ വർഷം ആകുമ്പോൾ 1974 1974 ഇവിടുന്ന് 8ാം ക്ലാസ് പഠിത്തു നിർത്തി മദ്രാസിലേക്ക് കയറിയ ആളാണ്, ട്രെയിൻ കയറിയ ആളാണ്. അവിടെ പോയി സോമൻസ് ലോഡ്ജിൽ കിടന്ന് കുറേയധികം കഷ്ടപ്പെട്ട് കുറച്ച് 1-2 സിനിമകളിൽ അഭിനയിച്ചു. ചില സിനിമകളിൽ എക്സ്ട്രാ റോളുകളിൽ ചെയ്തു. പിന്നെ PG വിശ്വംഭരൻ സാറിന്റെ ഫസ്റ്റ് പടമായിരുന്നു പോക്കറ്റ് അടിക്കാരി. അതിനകത്ത് നമ്മുടെ രവികുമാറിന്റെ ബ്രദറായിട്ട് അഭിനയിച്ചു. അങ്ങനെ സിനിമയും ജീവിതത്തിൽ വന്നെങ്കിലും എൻ്റെ കുടുംബത്തിന് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇതിൽ നിന്നുള്ള വരായിക വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. 22ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു, 23ാമത്തെ വയസ്സ് ഒരു കുഞ്ഞ് ജനിച്ചു, പിന്നെ ഫാമിലിയായി. അപ്പൊ ഞാൻ കുറച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതിന്റെ കൂടെ തന്നെ സിനിമയും രണ്ടും കൂടെ കൊണ്ടുപോകുന്ന ആളായിരുന്നു. സിനിമ എന്റെ പാഷനായിരുന്നു അന്നും ഇന്നും എന്നും. അപ്പം അങ്ങനെ മുന്നോട്ട് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. എന്റെ 2ാമത്തെ ഭാര്യ എന്ന് പറയാം. അത്രയധികം ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പ്രായത്തിലും, ഈ പ്രായം എന്ന് പറഞ്ഞാൽ പ്രായമൊന്നും അധികമായിട്ടില്ല, ഏജ് ഇസ് ഓൺലി എ നമ്പർ. നമ്മൾ മനസ്സിൽ കാണുന്നതാണ് നമ്മുടെ പ്രായം. ഇന്നും ഞാൻ സിനിമയെ സ്നേഹിച്ച് ജീവിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു, ചെയ്യുന്നു. 2-3 നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. ഇപ്പൊ ഏതെങ്കിലും ഒരു കഥാപാത്രം വന്നിട്ട് അത് സമയക്കുറവുകൊണ്ട് ചെയ്യാതെ പോയിട്ട് പിന്നീട് അത് ഹിറ്റായിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു, അങ്ങനെ തോന്നിയ കഥാപാത്രങ്ങൾ? അല്ലല്ല, അതുണ്ട് കുറേ അധികം. അതിപ്പോ ഈ 50 വർഷത്തെ ജീവിതം എന്ന് പറയുമ്പോൾ കുറേ അധികം കഥകളുണ്ട് പറയാൻ. അത് പല കഥാപാത്രങ്ങൾ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ചിലത് നമ്മളോട് പ്രോമിസ് ചെയ്തിട്ട് മാറി വേറെ ആളിലേക്ക് പോയതുണ്ട്. അതൊക്കെ അങ്ങനെ ദാറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. വന്നും പോയൊക്കെ ഇരിക്കും. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കി കാര്യമില്ല, നമ്മൾ ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല. ലീവ് ഇൻ ദ പ്രസന്റ്, ഫർഗെറ്റ് ദ പാസ്റ്റ്. പാസ്റ്റ് ഇസ് പാസ്റ്റ്. അതിന് രണ്ടാമത് തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പൊ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ജീവിതത്തിൽ എന്നും പോസിറ്റീവായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. ഒരു നെഗറ്റിവിറ്റി ഇല്ല ജീവിതത്തിൽ. എനിക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട് കിട്ടാനുള്ള ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഇതുവരെ അത് കിട്ടാനുള്ളത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിപ്പം നിൽക്കേണ്ട സ്ഥാനമാനത്തല്ല ഞാൻ നിൽക്കേണ്ടതെന്ന് എനിക്ക് സ്വയം അറിയാം. പക്ഷെ ഞാൻ അതിനുവേണ്ടി അത്രത്തോളം കിടന്നിട്ട് ബുദ്ധിമുട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ കുറച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ആരെ അങ്ങനെ വിളിച്ചിട്ടില്ല, ചാൻസ് ചോദിച്ചിട്ടില്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ വരുന്ന ഒരു കുടുംബ പാരമ്പര്യം ഉണ്ടല്ലോ, ഒരു ഇത്തിരി കൊടുത്ത് പഠിച്ച് ഒരു പാരമ്പര്യത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടാൻ ഒരു ഇത്തിരി പ്രയാസമുണ്ട്. അതന്നും ഇപ്പോഴും അത് തന്നെയാണ്. എപ്പോഴും കൊടുക്കാൻ ഇഷ്ടമാണ്, മേടിക്കാൻ ഒരു ചെറിയ ഒരു വിഷമമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരോടും ചോദിക്കാറില്ല. സിനിമാ രംഗത്തുള്ള എന്റെ സുഹൃത്തുക്കളായ പലവരും വലിയ വലിയ ആൾക്കാർ, ഇന്ന് ഞാൻ ഇത്രയും കൊല്ലമായതുകൊണ്ട് എല്ലാവരുമായിട്ട് അടുപ്പമാണ്, എല്ലാവരെയും വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയും ഇടയ്ക്കൊന്ന് വിളിക്കണം, നാസർ എന്ന് വേണ്ട, ഇടയ്ക്കൊന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഇക്കാവൊന്ന് വിളിക്കണം. അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെ വിളിക്കാറില്ല. അതിന്റെ ഒരു സ്വഭാവ രീതിയാണ്. അത് കുറച്ച് തിരുത്തേണ്ടതുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇപ്പം പറഞ്ഞു വരുമ്പം ഈ കാലഘട്ടത്തിൽ ഈ നരയും താടിയൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി മെച്യൂർ റോൾസ് തുടങ്ങി. ഞാൻ ഇപ്പൊ പിന്നെ എന്റെ കുഞ്ഞുങ്ങളെല്ലാം സെറ്റിൽ ചെയ്യിച്ചു. ഇപ്പൊ ഞാൻ സിനിമ തന്നെ ഇനിയിപ്പം അങ്ങോട്ടേക്ക് മൊത്തം സിനിമ തന്നെ ആണ് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അത്രയും സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ് സിനിമ. കുറുപ്പിന്റെ കുഴിമാടം, അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ചലഞ്ചിങ്. ഞാൻ ഓട്ടിസം ബാധിച്ച ഒരു 70 വയസ്സായ ഓട്ടിസം ബാധിച്ച കൈയും കാലും ഒക്കെ വളരെ നന്നായിട്ട് ഓട്ടിസം ബാധിച്ച അന്ന് നിങ്ങൾ റിവ്യൂ അടിപൊളിയായിരുന്നു. കുറെ ആൾക്കാർ അതിനെ കുറിച്ച് അഭിപ്രായം സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞു. എല്ലാവരും കിട്ടിയ ചില അഭിപ്രായങ്ങൾ ഞാനിപ്പോ സ്വയം എന്നെ കുറിച്ച് പൊഴുത്തി പറയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്ന ആളുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഈഗോ ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ എനിക്ക് ഇന്ന് തന്നെ ഒരു അവാർഡ് കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു. അന്ന് വളരെ നന്നായിട്ട് റിവ്യൂ കണ്ടിട്ട് 2-3 പേര് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിൽ മറ്റൊരു ആർട്ടിസ്റ്റിനും ഇതിനപ്പുറം ചെയ്യാനില്ല. അതുപോലെ നമ്മുടെ രാജൻ ജോസഫ് ഉണ്ട്, ജോസ് പ്രകാശ് ശങ്കറുടെ മകൻ, എന്റെ അടുത്ത സുഹൃത്താണ്. പുള്ളി വന്ന് അത് കണ്ടിട്ട്, പുള്ളി നിർമ്മാതാവായിരുന്നല്ലോ, കുറേയധികം സിനിമകൾ ആളാണ്, റഹ്മാനൊക്കെ സിനിമയിൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹം അത് കണ്ടിട്ട് നാസറെ നമ്മളെ കരയിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചത്? അത്രയും സെന്റിമെന്റ്. അത് എന്നാലും അതിൽ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ? എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചത്ത് പണിയെടുത്തു. 16 ദിവസത്തെ ഷെഡ്യൂള് ഇവിടെ വെച്ചിട്ട് നമ്മുടെ
തൊടുപുഴയിലാണ്. 16 ദിവസം എന്ന് പറഞ്ഞാൽ 16 ദിവസം ഡേ ആൻഡ് നൈറ്റ്, ചെളിയുന്നില്ല, വെള്ളം ഇല്ല, എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ എത്ര പുട്ടുകൾ, എത്ര സ്ക്രാച്ചുകൾ, എത്ര മറിഞ്ഞടിച്ച് വീഴുന്നു, ഇതെല്ലാം നാച്ചുറലായിട്ട് തന്നെ വരണമെന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും അതിന്റെ ഡയറക്ടറുണ്ട്, വളരെ കഴിവുള്ള വ്യക്തിത്വമാണ്, ബിബിൻ കെ സാമുവൽ, ബിബിൻ പോൾ സാമുവൽ. എന്നോട് പറയാ, ഇങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ സാരമില്ല മോനെ, കുഴപ്പമില്ല, അത് ബെഡ് വിരിച്ച, ഞാൻ ബെഡും വേണ്ട ഒന്നും വേണ്ട. അതിലൊരു രംഗമൊക്കെ ഈ അലൻസിയർ എന്നെ തള്ളുന്ന ഒരു രംഗം, അതൊക്കെ നേരെ താഴെയടിച്ച് വന്ന് വീഴയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സീൻസും അതിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. ഇത് 3-4 തവണ ടേക്ക് വന്ന് എന്താന്ന് വെച്ചാല് ചിലമത്തെ ക്യാമറയുടെ ബുദ്ധിമുട്ട് വന്നു, അത് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ 4 തവണ ഞാൻ ആ കല്ലുമ്മേൽ ഇങ്ങനെ മറണിച്ച് വീഴുന്നുണ്ട്, മുതുകൊക്കെ ഇടിച്ചു കൊണ്ട്. എന്റെ ആ സമയത്ത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ട് കാണാൻ, അവരൊക്കെ ഇന്ന് അവിടെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പം അത്രത്തോളം അതിനകത്ത് ഞാൻ എഫേർട്സ് ഇട്ടിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത്. അതുപോലെ എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാല്, ഡയറക്ടർ ഇതായിരുന്നില്ല എന്നെ എന്താ പറയാ, ഇങ്ങനെ പറ്റൂ, അങ്ങനെ പറ്റൂ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. എനിക്കൊരു ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. ബിബിൻ വന്ന് പറയിക്ക, ഇതാണ് സീൻ, ഇതാണ് സംഭവം. ചില നമ്മുടെ ഡയലോഗ്സ് പോലും ഇല്ല, ഇതാണ് സംഭവിക്കുക, അത് ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ 1-2 സീനിന്റെ കാര്യം പറയാം. ഒരു സീനില്, അതായത് ഞാനൊരു ഓട്ടിസം ബാധിച്ച ആളാണ്. എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ കുഴിമാടവും ഒരു മാവുമാണ്. അതിലെ ഒരു റോഡ് വരാൻ പോകുന്നു, അതാണ് എന്റെ പ്രണയം. അപ്പൊ അവിടെ ഞാനുള്ളത് കോടതിയിൽ തോൽക്കുന്നു. അതിനുശേഷം ഞാൻ വന്ന് ഒരു കാട്ടിനകത്ത് വന്ന്, വീടിനോട് ചേർന്ന കാട്ടിനകത്ത് വന്ന്, അവിടെ ഒരു ജഡ്ജിന്റെ പടം വരച്ചിട്ട് ആ പടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് യാചിക്കുകയാണ്. അതായത് അയാള് വെപ്പുവല്ലൊക്കെ ഉണ്ട്, വേറെ തന്നെ രൂപമാണ്. പിൻ ഡ്രോപ്പ് സൈലൻസ്. ഇത് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ആരും ഒന്നും ശബ്ദിക്കുന്നില്ല, പിന്നെ ഒരു നല്ല കയ്യടിയാണ്. ഡയറക്ടർ ബിബിൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് മുത്തയാണ്. ഞാൻ ഇൻ ക്യാമറ പറയണം, അദ്ദേഹം കൂടി കേൾക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ബിബിൻ ഇനി എന്തെങ്കിലും, ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഞാന് സോറി ഒന്നുകൂടി പറയുന്നു, ഞാൻ എന്നെ ഒരു നടൻ എന്ന അതെനിക്ക് കിട്ടിയ ആ ഫ്രീഡം കൊണ്ട് എനിക്ക് അത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. ആ പ്രിവ്യൂവിന് വന്നവര് തന്നെ എല്ലാം, എനിക്കൊന്നൊരു 100-150 കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്, ഡയറക്ടറിന് വന്നിട്ടുണ്ട്, ആ സിനിമയെ കുറിച്ചും എന്റെ ക്യാരക്ടറിനെ കുറിച്ചും. അപ്പൊ അങ്ങനെ ഓരോരോ സീനും അതിനകത്ത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. അതിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ആ ടീമാണ്. മനോഹരമായ ക്യാമറാമാൻ, അതിമനോഹരം, നല്ല ആർട്ട്, നല്ല ഫുൾ സെറ്റപ്പ്. ഈവൻ ഞാൻ പറഞ്ഞ ഒരു ഫുഡ് തരുന്ന ബോയ് പോലും മൊത്തത്തിൽ ആ ഒരു, ഞാൻ പേരെടുത്ത ഒരാളുടെ കോസ്റ്റ്യൂമർ, അതിന്റെ മേക്കപ്പ് നരസിംഹൻ എന്ന് പറഞ്ഞൊരു നരസിംഹസ്വാമി, എന്റെ രൂപം തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു, മൊത്തത്തിൽ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ഒരു സെറ്റായിരുന്നു. 16 ദിവസം എങ്ങനെ കടന്നുപോയി എന്നുള്ള ഞാനും എന്റെ ഗ്രൂപ്പും അറിഞ്ഞിട്ടില്ല. അത്രയും ഗ്രാൻഡായിട്ട് 16ാമത്തെ ദിവസം നമ്മൾ വിട്ടുപിരിയുമ്പോൾ എല്ലാവരും കണ്ണിൽ കണ്ണുനീരായിരുന്നു. അപ്പൊ അത്രയും ഒരു പ്രതീക്ഷ ഉള്ള ഒരു സിനിമയാണ് കുറുപ്പിന്റെ. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതുവരെ കിട്ടിയ ഈ കമന്റ്സും ഇതുവരെ കിട്ടിയ ആ പ്രിവ്യൂ തന്നെ വലിയ അവാർഡ്. നടനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോഫിയിലും അപ്പുറമാണ് ആൾക്കാർ, പ്രേക്ഷകരുടെ കമന്റ്സ്. അപ്പൊ അങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകും. ദൈവം തമ്പുരാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരും. പറയില്ലേ, എന്തൊരു സാധനത്തെ നമ്മള് പൂർണ്ണമായി സ്നേഹിച്ചാൽ പൂർണ്ണ പ്രപഞ്ചം ഒന്നായി ചേർന്ന് നമ്മൾ അവിടേക്ക് എത്തിക്കുക. ഇറ്റ് വിൽ ടേക്ക് യു ടു വെയർ യു ബിലോങ്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ട്. ഇത്രയും കാലമായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലെറ്റ്സ് സീ. അതുപോലെ തന്നെ അമ്മ സംഘടനയില് സജീവമായിട്ടുള്ള മെമ്പറാണോ? അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അമ്മ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഓർഗനൈസേഷൻ. ഇന്ത്യയിലുള്ള ഏതൊരു സ്റ്റാർ ഓർഗനൈസേഷന്റെ നിരവധി വിവാദങ്ങളും അതിനെ തുടർന്ന് ഈയിടെയായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതൊക്കെ ഇപ്പൊ ഏതിലാ ഇല്ലാത്ത, പൊളിറ്റിക്സിലില്ലേ? അതിപ്പോ ഇത് മാത്രമായിട്ട് എന്തിനാ, സിനിമാ നടന്മാരും നടിമാരും ഉള്ള ഒരു സംഘടനയെ കുറിച്ചാണ് ആൾക്കാർക്ക് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹം. കാരണം അതൊരു സെലിബ്രിറ്റി ഇതാണല്ലോ. അല്ലെങ്കിൽ അതിലെന്താ ഉള്ളത്? ഒന്നുമില്ല. അത് വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നസെന്റ് ഏട്ടൻ ഭരിച്ചിരുന്നപ്പോഴും, മമ്മൂക്ക ഉണ്ടായിരുന്നപ്പോഴും, ലാൽ ഉണ്ടായിരുന്നപ്പോഴും, ഇപ്പോഴുള്ള ശ്വേത മേനോനും ഗ്രൂപ്പ് ഉള്ളപ്പോഴും എല്ലാം അത് വളരെ നല്ലൊരു സംഘടന. അതുകൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന എത്രയോ പാവപ്പെട്ടവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. 5000 രൂപ എല്ലാ മാസവും അവർക്ക് കൈനീട്ടം കിട്ടുന്നുണ്ട്. മരുന്നിനുള്ള ചെലവുകൾ കൊടുക്കുന്നുണ്ട്. വലിയ വലിയ സൂക്കേടുകൾ, രോഗങ്ങൾ വരുമ്പോൾ അതിന് എല്ലാം ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിലും
വളരെ വളരെ ഞാൻ പറഞ്ഞില്ലേ അത് വേറൊരു ലെവലാണ് അത്. മലയാളം ഇൻഡസ്ട്രി ചെയ്യുന്ന പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, അമ്മ ചെയ്യുന്ന സൽപ്രവൃത്തികൾ പോലെ സൽപ്രവൃത്തികൾ വേറെ ഒരു ഓർഗനൈസേഷൻ ഹിന്ദിയിലും ഇല്ല, തമിഴിലും ഇല്ല, തെലുങ്കിലും ഇല്ല, കന്നഡയിലും ഇല്ല. കാശ് കുറെ അവരിൽ കൂടുതലുണ്ടാവും നമ്മളിലും, പക്ഷെ വലിയ മനസ്സ് നമുക്ക് തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി. അത് പറയാണ്ട് നിവൃത്തിയില്ല. ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാനും അതിനകത്ത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ഷൻ നിന്നതാണ്. ഞാൻ തോറ്റുപോയി. എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. ഇതൊക്കെ ഒരു നമ്മൾ നിൽക്കുന്നു ഫ്രണ്ട്ലി ആയിട്ട്, തോറ്റു, വേറൊരാൾ ജയിച്ചു, എനിക്കതിലൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു ഇപ്പൊ വന്നേക്കുന്ന ആ ഗ്രൂപ്പ് വളരെ നല്ലൊരു ഗ്രൂപ്പാണ്, നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം സ്പോർട്സ് സെന്ററിൽ വെച്ച് നടന്നത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അത്രയും മനോഹരമായിട്ട് നന്നായിട്ട് ശ്വേത മേനോന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവരെല്ലാവരും, സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ഇവരെല്ലാവരും കമ്മിറ്റി മെമ്പേഴ്സായ എല്ലാവരും, ഓരോരുത്തരുടെ പേര് ഞാൻ ഒരാളുടെ പറഞ്ഞ് മറ്റേ ആളെ പറഞ്ഞില്ലാന്ന് വേണ്ട. അതുകൊണ്ടാണ് പ്രസിഡന്റ് സെക്രട്ടറിയുടെ മാത്രം എല്ലാവരും നന്നായിട്ട് ആ സംഘടന മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് പലവർക്കും നന്മകളല്ലാണ്ട് ഒരു തിന്മയും അമ്മയിൽ നിന്നും ഇല്ല. അത് നിലനിന്ന് പോകണമെന്നാണ് എപ്പോഴും എന്റെ ആഗ്രഹം. പുതിയ പടങ്ങൾ ഏതൊക്കെയാണ് പ്രൊജക്ട്സ്? പുതിയ പടം ഞാനിപ്പോ പിന്നെ ഈ ഇടയ്ക്ക് അഭിനയിച്ചതാണ് ആഘോഷം. ആഘോഷത്തിനകത്ത് അത് അമൽ കെ ജോയിയുടെ പടം തന്നെയായിരുന്നു. നമ്മുടെ നരേന്റെ അച്ഛനായിട്ട് നല്ലൊരു കഥാപാത്രമായിരുന്നു. അത് കണ്ടിട്ട് തന്നെ നമ്മുടെ ഡോൺ മാക്സ്, എഡിറ്റർ ഡോൺ മാക്സ് വിളിച്ചിട്ട് ഇക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇക്കയുടെ പെർഫോമൻസ്. ഇല്ല, അപ്പൊ അങ്ങനെയൊക്കെ ചില കമന്റ്സ് ആണ് മനസ്സിൽ എന്താ പറയുക, വളരെ സന്തോഷം തോന്നുന്ന ചില അനുഭവങ്ങളാണ്. അപ്പം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ, അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെ പോയാലും നമുക്ക് ക്യാമറ നോക്കി ഇങ്ങനെ ബബ്ബ എന്നാക്കേണ്ട കാര്യമില്ല. പണി അറിയാം, തൊഴിലറിയാം, പിന്നെ കിട്ടണം കഥാപാത്രം. പിന്നെ അത് ആ കഥാപാത്രങ്ങൾ കിട്ടിയാൽ മാത്രം പോലെ കിട്ടുന്ന ആ ഗ്രൂപ്പ്, ഇപ്പൊ കുറിപ്പിന്റെ കുഴിമാടം അല്ലെങ്കിൽ ബ്രൂട്ടൽ, ആ ഒരു ഗ്രൂപ്പിസം ഉണ്ടല്ലോ, അതൊരു ആർട്ടിസ്റ്റിന് ഓൾവേസ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ് ലൈക്ക് എ ചൈൽഡ്, ഈ ഷുഡ് ബി പാമ്പേർഡ്. പാമ്പറിങ് വേണം, അയാളെ പൊഴുത്തണം, അയാളെ കുറിച്ച് നല്ല പറയണം. അത് അയാൾക്ക് ഒരു എൻകറേജ്മെന്റ് ആണ്, കൂടുതൽ നന്മ ചെയ്യാൻ, കൂടുതൽ അഭിനയിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ മാത്രമല്ല, പൊതുവെ എല്ലാ ആർട്ടിസ്റ്റുകളും പറഞ്ഞു വരുമ്പം വളരെ സെൻസിറ്റീവ്, സെന്റിമെന്റൽ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മളൊക്കെ വേഗം കരയും, വേഗം ചിരിക്കും, വേഗം ദേഷ്യം വരും. അപ്പൊ അത് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്, ആർട്ടിസ്റ്റിന്റെ ഒരു ക്വാളിറ്റി ഓഫ് ക്യാരക്ടർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു റംസാൻ, ഒരു പെരുന്നാൾ ആശംസകൾ. അതിനോടൊപ്പം തന്നെ വരുന്ന ഓണത്തിനും ആശംസകൾ, ക്രിസ്മസിനും ആശംസകൾ, എല്ലാത്തിനും ആശംസകൾ നേർന്നു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.